ഈ ഇമാം അൽ ഖത്തീബുൽ ബഗ്ദാദി അറിയപ്പെട്ടൊരു മുഹദ്ദിസ്, വലിയ പണ്ഡിതനായ ഒരു മുഹദ്ദിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ അജലത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഈ ദീന് പഠിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വിജ്ഞാനം തേടുന്ന ആളുകൾ, അവർക്ക് ഈ അജലത്ത് പാടില്ല. അപ്പോൾ ഇതിനൊരു ചരിത്രം പറയണം. പിൽക്കാലത്ത് വലിയൊരു മുഹദ്ദിസ്, ഹുഫാദിങ്ങളിൽ എണ്ണപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയി. ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ ഉസ്താദ്മാരങ്ങനെ കുറച്ചല്ലേ പഠിപ്പിക്കൂ, ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഇത് മുഴുവൻ പഠിക്കുമോ? ഇല്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് എത്ര കാലം റളിയല്ലാഹു തആല എടുത്തു? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് നിന്ന് അതാ ഇബ്നു അബി റബാഹ് 30 കൊല്ലം പഠിച്ചിരുന്നു. എന്നിട്ടാണ് മൂപ്പര് ഫത്വയും കാര്യങ്ങളും വലിയ പണ്ഡിതനായത്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവധാനത വേണം. ഒറ്റയടിക്ക് പിന്നെ ഇത് തലയിൽ കയറുക എന്നുള്ളത് ഉണ്ടാവില്ല. പിന്നെയും അതിന് കാലതാമസം എടുത്ത് ക്ഷമിച്ച് സഹിച്ച് യാത്ര ചെയ്ത് സമയം ചെലവഴിച്ച് അധ്വാനിച്ച് അങ്ങനെ തന്നെ ഇത് നേടുള്ളൂ, അങ്ങനെ നേടുള്ളൂ. ഏതായാലും ഈ വിദ്യാർത്ഥി ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കുറച്ചു കാലം ഇരുന്ന്, എന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യണം, മൂപ്പർക്ക് ഇത് വേഗം അറിയാത്ത എന്നുള്ളതാണ്, എന്നറിയാത്ത. അങ്ങനെ വിജ്ഞാന സദസ്സിനോട് വിരക്തനായിട്ട് മൂപ്പര് പോന്ന് അങ്ങനെ മൂപ്പര് പിന്നെ വിജ്ഞാന സദസ്സിലൊക്കെ വിമുഖനായി വിരക്തനായി നടക്കുമ്പോഴാണ് പിന്നെ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. കാട്ടിൽ ഒരു പാറയിലേക്ക് ഇങ്ങനെ വെള്ളം ചുറ്റി വീഴാണ്. അവിടെയാണ് മൂപ്പര് എത്തിയത്. അപ്പോൾ മൂപ്പര് കാണുന്നത് എന്താ വെച്ചാൽ ഈ പാറയിൽ കുഴികൾ. എങ്ങനെ ഈ കുഴികൾ ഉണ്ടായത്? വെള്ളം ഉറ്റി വീണിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ കൽബ് ഈ പാറയേക്കാൾ കടുത്തതായോ? വിജ്ഞാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജലത്തുള്ളിയേക്കാൾ പിന്നെ ഒരു നിസ്സാരമായോ? ഈ ജലത്തുള്ളി ഉറ്റി കരിമ്പാറയിൽ തുളവീഴ്ത്തി. പക്ഷേ അതിനെത്ര കാലമെടുത്ത്? ഒരൊറ്റ ദിവസം കൊണ്ട് തുള്ളി വീണിട്ട് ആണോ കരിമ്പാറയിൽ തുള വീണതല്ല, പിന്നെയോ കാലങ്ങൾ ഉറ്റി വീണാണ് കരിമ്പാറയിൽ തുള വീണത്. അതുകൊണ്ട് തന്നെ അവധാനത വേണം. നേടി ഈ കരിമ്പാറയേക്കാൾ കടുത്തതല്ല ഒരിക്കലും എൻ്റെ ഹൃദയം. പിന്നെയോ ഞാൻ കുറേശ്ശെ നേടി എൻ്റെ ഹൃദയത്തിലും എന്ത് ചെയ്യും, സ്വാധീനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പിന്നെ മൂപ്പരെന്ത് ചെയ്യണം, ആ ഒരു അനുഭവ പാഠം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിന്നെ വീണ്ടും മടങ്ങിയതാണ് ഷെയ്ഖിൻ്റെ അടുക്കലേക്ക്. അദ്ദേഹമാണ് പിന്നെ അറിയപ്പെട്ട മുഹദ്ദീസായിട്ട് പിന്നീട് പരിലസിച്ചത്. മുഹദ്ദീസ് എന്ന് പറഞ്ഞാൽ, ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഹദീസ് പഠിപ്പിക്കാൻ മാത്രം ഹദീസുകൾ മനഃപ്പാഠമാക്കി നിർവഹിക്കുന്ന പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നീട് പരിണമിച്ച് മാറി എന്നുള്ളതാണ് ഇവിടെ ഖത്തീബുൽ ബഗ്ദാദി ഉദ്ധരിക്കുന്നത്. പക്ഷേ മുഹദ്ദീസ് എനിക്ക് മറന്നുപോയി, എനിക്ക് പിന്നെ ഓർക്കണില്ല. യുസ്തജാബു ലി അഹദിക്കും മാലം യസ്തഅജിൽ എന്ന് പറഞ്ഞേ എന്താ? അജലത്ത് പാടില്ലാത്ത പ്രധാന സ്ഥലമാണത്. അജലത്ത് ധൃതി പാടില്ലാത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്. യുസ്തജാബു ലി അഹദിക്കും, നിങ്ങൾക്ക് ഉത്തരം തരും അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്ക് ഉത്തരം നൽകും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. മാലം യസ്തഅജിൽ. എന്താ മാലം യസ്തഅജിൽ? ഇസ്തിഅജാൽ ധൃതി ഇല്ലാത്ത കാലത്തോളം എന്നാണ്. ധൃതി കാണിച്ചില്ലേ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ എന്താ ഇസ്തിഅജാൽ? അവിടെ എന്താ ഇസ്തിഅജാൽ? ചില ആളുകൾ പറയും ദഅഉതു ഫലം യസ്തജിബ് ലി, ഞാൻ ദുആയിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ മൂപ്പര് ദുആ ചെയ്യൂല. ഖലാസ്, ഞാൻ തേടി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ പണിക്കില്ല എന്നിട്ട് ഇട്ടേറ് പോകും. അതാണ് ഇസ്തിഅജാൽ. ദുആയിൽ ഇസ്തിഅജാൽ ഒരിക്കലും പാടില്ല. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലിഹു എന്നാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് ദുആൻ്റെ അദബുകളിൽപ്പെട്ടതാണ്. ദുആയിൽ തീരെ പാടില്ലാത്ത സംഗതിയാണ് ഈ അജലത്ത്.